അപ്പോൾ നമ്മുടെ ഈ ബൈക്കിൻ്റെ ബാക്കിൽ ഒരു കെട്ടിൽ ഡ്രസ്സൊക്കെ വെച്ച് ഒരു യാത്ര, അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളുടെ ഒരു ഭാഗമാണ്. കുറേ ആൾക്കാർ ചെയ്യാറുണ്ട്. പൊതുവെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർത്തിലോട്ട് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ മാക്സിമം ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ലഡാക്ക്, അല്ലെങ്കിൽ ഹിമാചലിലെ മണാലി, അതല്ലെങ്കിൽ കാശ്മീരിലെ ചില ഭാഗങ്ങളൊക്കെയാണ്. എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ശ്രദ്ധ വളരെ കുറവ് പതിഞ്ഞ ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. എനിക്കങ്ങനെ തോന്നി, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ ഉത്തരാഖണ്ഡിലോട്ട് ഒരു യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ടെറൈൻസ്, ട്രക്കുകൾ, അവിടുത്തെ അമ്പലങ്ങൾ, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, സ്പിരിച്വാലിറ്റി, ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ നമ്മൾ ലെസ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ നിങ്ങളുടെ വരും യാത്രകളിൽ ഉത്തരാഖണ്ഡ് നല്ലൊരു ഭാഗമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ വരും ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡ് പല ഭാഗങ്ങളെക്കുറിച്ചുള്ള പല രീതിയിലുള്ള റൈഡിങ് സ്പോട്ടുകളെ കുറിച്ചുള്ള, റൈഡിങ് റൂട്ടുകളെ കുറിച്ച്, ട്രക്കുകളെ കുറിച്ച്, അതുപോലെ തന്നെ ബാക്കി അമ്പലങ്ങളെക്കുറിച്ച്, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യും. സോ ഹെൽമെറ്റ് ഓൺ, ഗിയേഴ്സ് ഓൺ, ഹാവ് എ സേഫ് റൈഡ്. താങ്ക് യു സോ മച്ച്.